ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബാങ്കോക്ക് ബോയുടെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടത് മൂവയാണെങ്കിൽ സണ്ണിനെ ജയിലിൽ പോയി കണ്ടിട്ട് തിരിച്ച് വരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ജയിലിൻ്റെ അകത്തേക്ക് അവനെ കയറി പോയപ്പോഴത്തേക്കും അവരെന്താണ് സംസാരിച്ചതെന്നാണ്. കയറി പോകുന്ന ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൻ്റെ ക്യാഷ് ഒന്നും തന്നെ ചേട്ടൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ബിസിനസ് എല്ലാം തകർന്നു, ചേട്ടൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോയി താമസിക്കാൻ പോവാണ്. ഇപ്പോൾ പഠിക്കുകയും ജോലി ചെയ്യുകയും കൂടെ വേണം. എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ 18 വയസ്സാവുമല്ലോ. നീ ഇല്ലാത്തപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീയല്ല കോങ്ങിനെ കൊന്നത്, എന്നിട്ട് നിനക്ക് ജയിലിൽ കിടക്കേണ്ട അവസരം വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ പറയുന്നുണ്ട്, നീ പുറത്ത് പോയി താമസിക്കല്ലേ, പുറത്ത് അപകടമാണെന്ന്. എന്നാൽ അവൾ ഇല്ല ശരിയാകത്തില്ല, ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് അവർ മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കഴിയുന്നുണ്ട് തന്നെ പോലീസുകാരൻ മതി എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ കണ്ട സീനാണ് കാണുന്നത്. ട്രിന്നും ടാനും കൂടെ ആയിട്ട് ഇപ്പം മൂവി എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് സണ്ണിനെ വിളിച്ചപ്പോൾ സൺ അങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ പീസും കൂടെ ഉണ്ടായിരുന്നു. പീസിനോട് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ട് സൺ അവരുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. കയറി ചെല്ലുമ്പോൾ കുറേ ആൾക്കാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും അടിച്ചിട്ട് കയറി പോകുമ്പോൾ 2-3 പെൺകുട്ടികൾ ഇറങ്ങി ഓടുന്നതൊക്കെ കാണുന്നുണ്ട്. വീണ്ടും ഇവരടിക്കാനായിട്ട് കുറേ ആണുങ്ങൾ വരുന്നുണ്ട്. അവരുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം പീസും കയറി വരുന്നുണ്ട്. അവനും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും നേരെ മൂവയുള്ള സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ 2 പേര് ചേർന്ന് മൂവേനെ ഒരിടത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ടാനിനോട് അത് കാര്യം സണ്ണ് പറയുന്നുണ്ട്. ടാനൊക്കെ ആ ടൈമിന് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ സണ്ണും പിന്നെ പീസും കൂടെ ആയിട്ട് മൂവേനെ രക്ഷിക്കാനായിട്ട് അവരെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ കയറി ചെല്ലുമ്പോൾ അവരൊരു ലിഫ്റ്റ് വഴി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും അറ്റാക്ക് ചെയ്യാൻ 2-3 ആൾക്കാർ വരുന്നുണ്ട്. അവരെ കടിച്ചിട്ടിട്ട് ഇവർ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയോ മൂവേനെ ഇവർ രക്ഷിക്കുന്നുണ്ട്. ആ സമയമാണ് എയിം അങ്ങോട്ടേക്ക് വരുന്നത്. എയിം കാരണമാണ് തൻ്റെ സിസ്റ്ററിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് സണ്ണിന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ എയിമുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ അവൻ നിൽക്കുന്നുണ്ട്. എയിമും റെഡിയാണ്. എന്നാൽ ആ സമയം അങ്ങോട്ടേക്ക് പോലീസ് വരുവാണെന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എയിമാണെങ്കിൽ അവൻ്റെ ആൾക്കാരെടുത്ത് പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാൻ പറയുന്നുണ്ട്. എയിമും സണ്ണിൻ്റെ അടുത്ത് ഇത്തവണ നീ രക്ഷപ്പെട്ടു, അടുത്ത തവണ ഞാൻ നിന്നെ ജീവനോടെ വച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയം സണ്ണാണെങ്കിൽ മൂവേയുടെ അടുത്ത് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ മൂവയാണെങ്കിൽ ഓവറായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തൊടുന്നതും അവളാണെങ്കിൽ എന്നെ തുടരുതെന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട്. ആ സമയം പീസാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സണ്ണും ടാനും പിന്നെ ട്രിന്നും കൂടെ ആയിട്ട് മൂവേനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആംബുലൻസ് വരുന്നതും അതിൻ്റെ ഉണ്ടായിരുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയെന്ന്. അവരപ്പോൾ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഡ്രഗ്സ് ഓവറായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, നിങ്ങളാണെങ്കിൽ ആ ഒരു ബില്ലൊക്കെ ഒന്ന് അടയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങൾ സ്ട്രോക്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രഗ്സിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ താൻ പോലീസിനെ അറിയിക്കുമെന്നും പറയുന്നുണ്ട് സൺ. അപ്പോൾ അത് വേണ്ടാന്ന് പറയുമ്പോൾ എനിക്ക് അറിയിച്ചേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ സിസ്റ്റർ ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ വരാൻ ചാൻസ് ഇല്ല, മിക്കവാറും റീഹാബിലും എല്ലാം അയക്കാനായിട്ടൊരു ചാൻസ് ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ടാനും ട്രിനും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. സണ്ണ് കഴിഞ്ഞ ദിവസം രാത്രി മൊത്തം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ അടുത്ത് നീ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അവനങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും എയിം അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. എയിമിനെ കാണുന്നതും അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നീ എന്താണ് എൻ്റെ അനിയത്തിനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എയിം അപ്പോൾ ഞാനെന്ത് ചെയ്തതാണ്, നീ പോയിരുന്ന ടൈമിലെല്ലാം തന്നെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു, നല്ല ദൂരം നോക്കി, നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീണ്ടും ഇവന് ദേഷ്യം വന്നിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതുവഴി ഒരു പോലീസുകാരൻ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അവരുണ്ടെങ്കിലും ഇപ്പം അടി ഉണ്ടാക്കുന്നില്ല. എയിമാണെങ്കിൽ നീ എൻ്റെ കൂടെ വന്നാൽ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സണ്ണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനുശേഷം സണ്ണ് അവൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എയിം അവൻ്റെ അനിയത്തിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നൊരു പഞ്ചിങ് ബാഗിൽ ആ ഒരു ദേഷ്യം തീർക്കുന്നതനുസരിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ട്രിന്നും ടാനും കൂടെ വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു, എന്താ കോൾ എടുക്കാത്തതെന്ന്. ആ സമയം സണ്ണ് സോറി ഫോണിൻ്റെ ചാർജ് തീർന്നു, ഞാൻ ചാർജ് ഇട്ടതും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടാന് പറയുന്നുണ്ട് മൂവേനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവൾക്ക് കുഴപ്പമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, അവളെ മിക്കവാറും റീഹാബിലേക്ക് അയക്കുമായിരിക്കും. പിന്നെ അതെ ഈ ക്യാഷ് നീ വെച്ചോളാൻ പറഞ്ഞിട്ട് കുറേ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ആ സമയം ഇതെവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ കഴിഞ്ഞ ദിവസം മൂവിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിൽ പോയില്ലേ, അവിടെയാണെങ്കിൽ ഇതുപോലെ കുറേ ക്യാഷ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ട്രിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എടുത്തുകൊണ്ട് വന്നതിൽ മൂവയുടെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചിട്ടും ബാക്കി ഇത്രയും പൈസ വന്നു, നീ ഇത് വെച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ ഇല്ല എനിക്ക് വേണ്ട, നിങ്ങളിത് എടുത്തോ, എനിക്ക് മൂവേനെ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാഷ് മൊത്തത്തിൽ അവർക്ക് 2 പേർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സണ്ണാണെങ്കിൽ എയിമിനെയും അവൻ്റെ ഗ്യാങ്ങിനെയും എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ആലോചിക്കുന്നത്. സണ്ണ് ചോദിക്കുന്നുണ്ട് ഞാൻ അവനെ തകർക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോയെന്ന്. ആ സമയം ടാനാണെങ്കിൽ അവനെ ഉറപ്പായിട്ട് നശിപ്പിക്കാൻ പറ്റുന്നു, ഉറപ്പുണ്ടെങ്കിൽ ശരി നമ്മൾ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. സണ്ണ് ആ സമയം എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഇനി ജീവിച്ചിരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, മൊത്തത്തിലെല്ലാം നശിപ്പിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് മൂവേനെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ഒരു പെൺകുട്ടി ഇപ്പോൾ മൂവയുടെ റൂമിലേക്ക് വരാനായിട്ട് നിൽക്കുന്നതാണ്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്
മൂവേ ഉറങ്ങുന്നതാണ്. തൊട്ടടുത്തിരുന്ന് സണ്ണും ഉറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവരെ ശല്യം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ആ പെൺകുട്ടി തിരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം സണ്ണിൻ്റെ ചേട്ടനാണെങ്കിൽ നമുക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്, ഒരു പുതിയ സ്യൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഇട്ടുകൊണ്ട് വരണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസമായപ്പോഴത്തേക്കും അവനൊരു സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് അവൻ്റെ ചേട്ടൻ വിളിച്ച സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവൻ വന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ പുറത്ത് അവനെ വെയിറ്റ് ചെയ്തിട്ട് ടാനും ട്രിന്നും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ചേട്ടനെടുത്ത് അല്ല ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അച്ഛനെ പരിചയമുള്ള ഒരാളാണ് നമ്മുടെ ബിസിനസ്സെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് അയാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അയാളുടെ പേര് ജോയ് എന്നാണെന്ന് പറയുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പീസിൻ്റെ അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഇവർ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ജോയും ജുൻഹോയും ജിഹൂണും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വരുമ്പോഴത്തേക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ജുൻഹോയിനെ കാണുമ്പോഴത്തേക്കും അവനാണല്ലോ കോങ്ങിനെ കൊന്നത് എന്ന ആ ഒരു ഓർമ്മ പെട്ടെന്ന് സണ്ണിന് വരുന്നുണ്ട്. ജുൻഹോയ്ക്കും സണ്ണിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. സണ്ണിന് ജുൻഹോനെ കണ്ടപ്പോൾ തന്നെ അവനെ കൊല്ലണം എന്നുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. അതേ ടൈമിന് ഇവർ രണ്ടുപേരും പരസ്പരം നോട്ടം കണ്ടിട്ട് പീസിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവരിന്ന് സംസാരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പീസും വരുന്നുണ്ട്. പീസ് വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സോറി അച്ഛാ ഞാൻ വരാനായിട്ട് ലേറ്റായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഇരിക്കുകയാണ്. ആ ടൈമിലാണ് പീസിൻ്റെ മുഖം നമ്മുടെ സണ്ണ് ശ്രദ്ധിക്കുന്നത്. പീസും അപ്പോഴാണ് സണ്ണിനെ ശ്രദ്ധിക്കുന്നത്. അവർ രണ്ടുപേരും പരസ്പരം നീ എന്താ ഇവിടെ എന്നൊരു രീതിയിൽ നോക്കുന്നുണ്ട്. ആ ടൈമിന് അത് ശ്രദ്ധിച്ചിട്ട് പീസിൻ്റെ അച്ഛൻ നിങ്ങൾക്കും തമ്മിൽ പരിചയമുണ്ടോ, എല്ലാവർക്കും തമ്മിൽ മുമ്പേ പരിചയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പീസിന് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഇത് സണ്ണാണ്, ഇത് സണ്ണിൻ്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സണ്ണിൻ്റെ അച്ഛൻ വലിയൊരാളായിരുന്നു, 3 വർഷം മുന്നേ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലെ കണ്ടതാണ് സണ്ണിൻ്റെ അച്ഛനെ കൊന്ന ആൾക്കാർ സണ്ണിൻ്റെ അച്ഛൻ്റെ ബോഡി എവിടെയാണ് ഇട്ടിട്ട് പോയത് അങ്ങോട്ടേക്ക് അത് നോക്കാനായിട്ട് പീസ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടാണ് സണ്ണിൻ്റെ അച്ഛൻ്റെ ബോഡി നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പീസ് വന്നത്. അപ്പോൾ എന്തായാലും അവൻ്റെ ഫാമിലിക്ക് സണ്ണിൻ്റെ അച്ഛൻ്റെ മരണമായിട്ട് നല്ല ബന്ധം ഉണ്ടാകും. ഇപ്പോൾ പക്ഷേ അവൻ്റെ അച്ഛനാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, സണ്ണിൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നൊക്കെ ഇന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും പീസിന് ഒരുമാതിരി ആവുകയാണ്. കാരണം തൻ്റെ ഫാമിലിയുടെ കാരണം തന്നെയാണല്ലോ അയാൾ മരിച്ചത് എന്നൊരു കാര്യം ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ പീസാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ പോയതിൻ്റെ പുറകെ അവനെ ഫോളോ ചെയ്തിട്ട് സണ്ണും വന്നിട്ടുണ്ടായിരുന്നു. സണ്ണ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു അന്ന് നമ്മൾ ലാസ്റ്റ് കണ്ടതിന് ശേഷം, നിന്നെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ, നിന്നെ ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു, എന്താ കോൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പീസ സമയം വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം, നിൻ്റെ ആർട്ടിൻ്റെ വല്ല കാര്യമാണോ അതോ ഇപ്പം കണ്ട പോലെ നിൻ്റെ വല്ല മാഫിയ വർക്ക് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം പീസ് നിനക്ക് ഞാൻ ഒരു വാണിംഗ് തരാം, എൻ്റെ അച്ഛൻ എന്ത് ഓഫർ തന്നാലും അത് സമ്മതിക്കരുത്, അതങ്ങ് വിട്ടുകളയാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് അതെങ്ങനെ വിട്ടുകളയാൻ പറ്റും, നിൻ്റെ ബ്രദർ ജുൻഹോയാണ് എൻ്റെ ഫ്രണ്ട് കോങ്ങിനെ കൊന്നു കളഞ്ഞത്, അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലൂന്ന് പറയുന്നുണ്ട്. പീസ സമയം ജുൻഹോയ്ക്ക് കോങ്ങിനെ കൊല്ലാൻ പറ്റും, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ ശ്രമിച്ചാൽ നിന്നെയും കൊല്ലാൻ പറ്റും, അതോടെ തന്നെ മര്യാദയ്ക്ക് നീ മാറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇല്ലെങ്കിൽ മാറി നിൽക്കത്തില്ല, നിൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് ഒരു ദിവസം ഞാൻ എയിമിനെയും അവൻ്റെ ഗ്യാങ്ങിനെയും കൊല്ലും, എന്നിട്ട് പിന്നെ ഞാൻ നിൻ്റെ ചേട്ടനെയും കൊല്ലൂന്ന് പറയുന്നുണ്ട്. പീസ സമയം എങ്കിൽ പിന്നെ ഇന്ന് തന്നെ പരസ്പരം എല്ലാവർക്കും വെടിവെച്ച് മരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനേ നിൽക്കുന്നുണ്ട്. സണ്ണാ സമയം പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഒത്തു പോകുന്നു, പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ടീമായി പോയല്ലോ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അവർ തിരിച്ചു വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനും തുടങ്ങുന്നുണ്ട്. അതേസമയം പീസിൻ്റെ അച്ഛനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ജുൻഹോയും സണ്ണും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ നമ്മുടെ ജോലിയൊക്കെ കഴിയുമ്പോൾ ഒരു മാച്ച് വെച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് സണ്ണിൻ്റെ ചേട്ടൻ ജാക്ക് പറയുന്നുണ്ട് ആക്ച്വലി സണ്ണിന് അത്ര വലിയ ഫൈറ്റിംഗ് സ്കില്ലൊന്നും ഇല്ല, ചുമ്മാ അവ ഓരോന്ന് പറയുന്നതാണെന്നൊക്കെ. ആ ടൈമിന് പീസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ അവനൊരു ദിവസം ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു, നല്ല ടാലൻ്റ് ഉണ്ടെന്ന്. ആ സമയം സണ്ണും ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ കോങ്ങിനെ കൊന്ന ആ ഒരു ദേഷ്യം ജുൻഹോയുടെ നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം മുതലാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർക്ക് എപ്പോഴാണ് കഴിയുന്നത് അപ്പം തന്നെ നമുക്കാണെങ്കിൽ ഇവരൊരു മാച്ച് വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം ആ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് തന്നെ ടാനും ടിമ്മും നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജുൻഹോയുടെ 2-3 ഫ്രണ്ട്സായിട്ടുള്ള കൂടെ നിൽക്കുന്ന പയ്യന്മാർ നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് സണ്ണും പിന്നെ ജാക്കും കൂടെ ആയിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ജുൻഹോയും വരാണ്. ജുൻഹോയും സണ്ണും നമ്മൾ നടക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ സണ്ണിൻ്റെ ചേട്ടനാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ടീമല്ലേ, വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സോൾവ് ആക്കി വിടുന്നുണ്ട്. അതിനുശേഷം അവർ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ സണ്ണ് അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് എന്ത് ജോലിയാണ് ശരിക്കും ചെയ്യാനുള്ളതെന്ന്. ചേട്ടനപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെ കൊന്ന ആളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പീസിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു യാവോ എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടല്ലോ, അന്ന് എയിം വന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നശിപ്പിച്ചില്ലേ, ആ എയിമാണെങ്കിൽ ഈ യാവോ എന്ന് പറയുന്ന ലേഡിക്കാണ് വർക്ക് ചെയ്യുന്നത്. ആ ലേഡിയാണെങ്കിൽ ഇവരുടെ ശത്രുക്കളാണ്. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ഒറ്റയടിക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെ പറയുന്നുണ്ട്. അടുത്ത് പീസിൻ്റെ പീസിനെയും ജിഹൂണിനെയും കാണിക്കുകയാണെങ്കിൽ ഇവരിപ്പോഴും റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പീസും സണ്ണും തമ്മിൽ മുന്നേ പരിചയമുണ്ടെന്നും അവർക്കിടയിൽ എന്തോ ഉള്ളതായിട്ടും ഇപ്പോൾ പീസിൻ്റെ അച്ഛന് തോന്നിയിട്ടുണ്ട്. പീസിന് ബോയ്സിനെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം അവൻ്റെ അച്ഛനെ നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ പീസിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നീയാണെങ്കിൽ അവൻ്റെ കൂടെ കൂടിയിട്ട് പ്രേമിക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയെങ്കിൽ നിന്നെ ഞാൻ വച്ചേക്കത്തില്ല, എൻ്റെ പ്ലാനങ്ങ് മാറ്റും, ഇവന്മാരെല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും, നീയാണെങ്കിൽ കുടുംബത്തിനെ വെറുതെ നാണം കെടുത്തരുത്, നീയാണെങ്കിൽ മറ്റൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു അനന്തരാവകാശി വേണം തരാനായിട്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. പീസ് അപ്പോൾ ഓക്കെ അച്ഛാന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. പീസ് പോയി കഴിയുമ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ
ആണെങ്കിൽ ജിഹൂണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീയാണെങ്കിൽ പീസിനെയും സണ്ണിനെയും ഒന്ന് നിരീക്ഷിക്കാനായിട്ടൊക്കെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സണ്ണും ടാനും ടിമ്മും കൂടെയൊക്കെ ആയിട്ട് ഒരുങ്ങി ഇറങ്ങുന്നതാണ്. രാവിലെയും രാത്രി ഒന്നും നോക്കാതെ എയിമിൻ്റെ കൂടെ ഡ്രഗ്സൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്ന ഏതൊക്കെ പയ്യന്മാരുണ്ടോ ആ പയ്യന്മാരെല്ലാവരും പിടിക്കുന്നുണ്ട്. അവന്മാരെ കയ്യിൽ ഡ്രഗ്സും എടുക്കുന്നുണ്ട്, ക്യാഷും എടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഡ്രഗ്സ് എല്ലാം തന്നെ ഇവർ കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്നുണ്ട്. ആ ടൈമിന് ടാൻ പ്രത്യേകം പറയുന്നുണ്ട് എയിം എന്തായാലും നിൻ്റെ പുറകെ വരുമെന്ന്. സണ്ണപ്പോൾ എനിക്കും അത് തന്നെയാണ് വേണ്ടത്, ഞാൻ റെഡിയായി ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് എയിമിനെയും പിന്നെ ആ ഒരു യാവുവിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് തന്നെ എയിമിനെ വഴക്കുറങ്ങിയിട്ട് നിനക്ക് അതുപോലെ നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ യാവ് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എയിം പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് സോംബോങ് എന്ന് പറയുന്ന അയാളുടെ മകനായിട്ടുള്ള സണ്ണാണ്. സണ്ണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണിത്. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജോയി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ജോ നമ്മുടെ പീസിൻ്റെ അച്ഛനാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും യാവ് ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം സണ്ണിൻ്റെ അച്ഛൻ എപ്പം മരിച്ചോ അന്ന് മുതൽ ഇവരാണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ അകത്ത് തന്നെ മറങ്ങിരുന്നാണ് ഓരോ ഡ്രഗ്സിൻ്റെ ഡീലിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ പീസിൻ്റെ അച്ഛന് നന്നായിട്ടറിയാം. ഇവരൊന്ന് പുറത്ത് കിട്ടാൻ തന്നെയാണ് പീസിൻ്റെ അച്ഛനും നോക്കിയിരിക്കുന്നതൊക്കെ. അപ്പോൾ പീസിൻ്റെ അച്ഛനൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട് നിങ്ങളൊന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മൊത്തത്തിൽ അങ്ങ് പൊളിച്ചെടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന്. എന്നാൽ അവരാണെങ്കിൽ ഒന്നും പറയുന്നില്ല, അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എയിമാണെങ്കിൽ അവരിതിട്ട് പെർമിഷൻ തന്നില്ല, കുഴപ്പമില്ല ഇനിയും എൻ്റെ പയ്യന്മാർ അടി വാങ്ങിച്ച് കൂട്ടട്ടെ, അവർ പെർമിഷൻ തരുമ്പോൾ എല്ലാത്തിനും ഇങ്ങനെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സണ്ണും ടാനും ടിമ്മും കൂടെ ആയിട്ട് ഇപ്പോൾ മൂവേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നതാണ്. അവിടെ വരുമ്പോഴത്തേക്കും മൂവേയുടെ അടുത്ത് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മൂവേ അപ്പോൾ എനിക്ക് എപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നീ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും, പക്ഷേ ഞാൻ നിന്നെ നേരെ കൊണ്ടാക്കാൻ പോകുന്നത് ഒരു റീഹാബിലേഷൻ സെൻറ്ററിലേക്കാണ്. എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അതിന് നിനക്ക് പഠിക്കാനും പോകാൻ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. എന്നാൽ മൂവാണെങ്കിൽ ഓൾറെഡി അതെല്ലാം തകർന്നു പോയി, ഇനിയൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, നിങ്ങൾ പോകാനേ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂവയ്ക്കാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അതിന് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേക്കാൻ നിൽക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പറ്റുന്നില്ല, അവൾ വിടാനായി പോകുന്നുണ്ട്. എന്നാൽ അതേ ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ച ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ അവളെ കാണുന്നതും എന്ത് പറ്റി ഏതെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ബെഡിൽ കൊണ്ട് കിടത്തുമ്പോൾ തന്നെ മൂവി ഉറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടി ഇവിടെ ശല്യം ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് സണ്ണിൻ്റെ സ്ഥലത്ത് ടാൻ ഇങ്ങനെ പുറത്തിരിക്കുന്ന ടൈമിന് അതൊരു കാർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കാറിനെ ടാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ ആക്ച്വലി എയിമും പിന്നെ യാവോയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ എവിടേക്ക് പോകുമായിരുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ എയിം പറയുന്നുണ്ട് അവിടെ നിന്നത് ടാനാണ്, ഞാൻ മുമ്പ് സണ്ണിൻ്റെ അച്ഛൻ മരിച്ച ടൈമിന് ടാനിനെ ഒന്ന് വിലക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു, പക്ഷേ അവൻ വീണ്ടും സണ്ണിൻ്റെ കൂടെ കൂടി എന്നാണ് തോന്നുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ഈ ബിസിനസ് ഇപ്പോൾ നശിപ്പിക്കാൻ നോക്കുന്നതിൻ്റെ ലീഡർ സണ്ണ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാർക്കെങ്കിലും ഒരു തീരുമാനമാക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ യാവോ അതിനൊരു മറുപടി കൊടുക്കുന്ന കാണിക്കുന്നില്ല. അടുത്ത് വീണ്ടും സണ്ണിനെയും ടാനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ സ്ഥലത്തേക്ക് ആരോ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും വന്നിരിക്കുന്ന കരുതിയിട്ട് ഇവർ കമ്പൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ കവിനായിരുന്നു. കവിൻ്റെ അടുത്ത് മുമ്പ് സംസാരിക്കാൻ പോയപ്പോൾ അവൻ ഒഴിവാക്കി വിട്ടാണ്. എന്നാൽ കവിന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നേക്കാണ്. അങ്ങനെ ഇവരെല്ലാവരും കഫയിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ സണ്ണാണെങ്കിൽ കവിൻ്റെ അടുത്ത് കാര്യം തുറന്ന് പറയാനായിട്ടോ പറയുന്നുണ്ട്. ആ ടൈമിൽ കവിനാണെങ്കിൽ അതൊരു ടോപ്പ് സീക്രട്ടാണെന്ന് പറഞ്ഞിട്ട് സണ്ണിനെയും കൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എയിമിൻ്റെ ബിസിനസ്സെല്ലാം നശിപ്പിക്കാനായിട്ട് നോക്കുന്നില്ല, അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എനിക്കറിയാം. അതായത് ഇവരാണെങ്കിൽ ഈ ഡ്രഗ്സൊക്കെ വിട്ടിട്ട് ഓരോ സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്യാഷ് എല്ലാം ഒരു സെർട്ടൺ പോയിന്റിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതാണെങ്കിൽ ആ സ്ഥലം നോക്കാനായിട്ട് അവിടെ 5 പേരിൽ കൂടുതൽ ആൾക്കാരും ഇല്ല. എനിക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പൈസകൾ വേണമെന്നുണ്ട്, നിനക്കാണെങ്കിൽ പിന്നെ അവർ ഡ്രഗ്സ് വല്ല നശിപ്പിക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നടക്കുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സണ്ണാണെങ്കിൽ ഓക്കെ, പക്ഷേ നാപ്പ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ നാപ്പ് തന്നെയാണ് എനിക്കിത് പറഞ്ഞു തന്നെയെന്ന് കവിൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അന്ന് നൈറ്റ് തന്നെ അവർ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് മറ്റൊരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് അവരെ അറ്റാക്ക് ചെയ്യാനാണ് ഈ ആൾക്കാർ വന്നേക്കുന്നതാണെന്ന്. സണ്ണിനെയൊന്നും അവരൊന്നും ചെയ്യുന്നില്ല. അതിലൊരാൾ ഇവരെ ഇങ്ങനെ തോക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ ആ സ്ഥലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വെടിവെച്ച് കൊല്ലാണ്. എന്നിട്ട് പൈസ എന്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സണ്ണും കവിനും ഒക്കെ തന്നെ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് നേരെ തോക്കും ചുട്ടിക്കൊണ്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു കത്തി എടുക്കുന്നുണ്ട്. ആ കത്തിയിലാണെങ്കിൽ സണ്ണിൻ്റെ കൈ മുറിച്ചിട്ട് അവൻ്റെ ചോരയാക്കുന്നുണ്ട്. ഒരു തെളിവ് പോലെ ഒരു കവറിൻ്റെ അകത്തിട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ആരുടെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തത് സണ്ണാണെന്ന് കാണിക്കാനായിട്ട് ഒരു തെളിവ് പോലെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അതും ഇവരൊന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോഴാണ് സണ്ണിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തിയിലേക്ക് ചോരയാക്കിയ ആ ഒരാൾ അയാളുടെ മാസ്ക് റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യുമ്പോൾ അത് മറ്റാരുമല്ല നാപ്പ് തന്നെയായിരുന്നു. നാപ്പാണെങ്കിൽ ഇവരെ കൂടെയാണ് നിൽക്കേണ്ടത്. എന്നാൽ നാപ്പാണെങ്കിൽ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നാപ്പാണെങ്കിൽ ആരെയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് സാറെന്നിങ്ങനെ പറയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ജോയ്ക്ക് വേണ്ടിയിട്ടാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.